നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മതിലകം കഴുവിലങ്കിൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്ന നിലയിലാണ്. കൊടുങ്ങല്ലൂരിൽ തട്ടുകട കത്തിനശിച്ചു. വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സദസ്സും സ്നേഹോപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയറുക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് വിശ്വാസം. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ശേഷം ഉള്ളുഹിയത്ത് കർമ്മവും നടന്നു. കൊപ്രക്കളം ജാമിയ ബുസ്താൻ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സാബിർ മൗലവി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം.ഐ. അബ്ദുൽ ജലീൽ നേതൃത്വം നൽകി. മതിലകം കഴുവിലങ്കിൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്ന നിലയിലാണ്. കഴുവിലങ്ങ് മഹാദേവ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെ ക്ഷേത്രം ജീവനക്കാർ നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരമറിയുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായുള്ള 7 ഭണ്ഡാരങ്ങളാണ് കവർന്നിട്ടുള്ളത്. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇത് നട തുറക്കുമ്പോഴേ നമ്മൾ 5 മണിക്കാണ് നട തുറക്കില്ല. അപ്പോൾ 5 മണിക്ക് നട തുറക്കുമ്പോൾ കയറിയപ്പോഴാണ് ഇങ്ങനെ ആള് സ്വാമിയുടെ മോൻ അത് ഭണ്ഡാരം ഇങ്ങനെ ഇതായി എടുക്കണമെന്ന്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ കൗണ്ടറിലുള്ള ഒരാളാണ് സുധാരനോട് പറഞ്ഞു. അങ്ങനെ അപ്പോൾ സുധാരൻ വന്നിങ്ങനെ ഓരോന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഓരോ സ്ഥലങ്ങളിലെ ഇപ്പോൾ നാഗങ്ങളുടെ അവിടുത്തെ പോയി ഗണപതിയുടെ പൊളിച്ചിട്ടുണ്ട്. മെയിൻ ഭണ്ഡാരം നമ്മൾ തൊട്ടിട്ടില്ല. പോയിട്ടുണ്ട്. എന്തായാലും ഒരു 10-20,000 രൂപയിലും നമ്മുടെ പഴയ കാൽക്കുലേഷൻ അനുസരിച്ച് കഴിഞ്ഞ മാസത്തെ ഇതനുസരിച്ച്. കൊടുങ്ങല്ലൂരിൽ തട്ടുകട കത്തിനശിച്ചു. എറിയാട് മഞ്ഞളി പള്ളിപ്പാലത്തിന് സമീപം തയ്യിൽ രാജിന്റെ തട്ടുകടയിലാണ് പാചകവാതക സിലിണ്ടർ ചോർന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. 4 ചക്രവാഹനത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ മുഴുവൻ സാമഗ്രികളും കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സദസ്സും സ്നേഹോപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് ഹാളിൽ നടന്ന പരിപാടി ഖത്തീബ് ഉനൈസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ സലാം കക്കേരി അധ്യക്ഷത വഹിച്ചു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി.എ. ദേവിദാസ്, സെക്രട്ടറി എം.എൻ. സുബ്രഹ്മണ്യൻ, പഴുവിൽ ഫെറോന പള്ളി കൈക്കാരന്മാരായ മാത്യു ഇരുമ്പൻ, ജെയിംസ് ടി.ജെ, ഹൈസ്കൂൾ അധ്യാപകൻ ഓസ്റ്റിൻ എ.പി, സലാം കക്കേരി, വി.എ. ഇസ്മയിൽ, എ.ബി. ജയപ്രകാശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ബസിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. തൃശൂർ അമല നഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. അമല ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ ബസ് നിർത്തി ആളുകളെ ഇറക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിച്ച് തീയണച്ചു. നെടുമങ്ങാട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന ബസിൽ നിന്നാണ് പുക ഉയർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. തീപിടുത്തത്തിൽ ഡീസൽ ട്യൂബ് കത്തി ഡീസൽ ചോർന്നു. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത്. SNDP യോഗം കയ്പമംഗലം ദേവമംഗലം ശാഖയിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP യോഗം നാട്യ യൂണിയൻ വൈസ് പ്രസിഡന്റ് P.V. സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് T.V. വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ബാലജന യോഗം കോർഡിനേറ്റർ പ്രകാശ് കടവിൽ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, ശാഖാ വൈസ് പ്രസിഡന്റ് KR സത്യൻ, സെക്രട്ടറി TS പ്രദീപ്, CK രാമു, ശങ്കർ നാരായണൻ, രമേശ്, രാജി ശ്രീധരൻ,
ഇന്ദിര രാജഗോപാൽ, കൈരളി വത്സൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗുരുദേവ മൂവ്മെന്റ് ഇന്ദ്രസേനൻ ക്യാമ്പ് നയിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ചടങ്ങിൽ നടത്തി. ഒരിടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. CBSE board exam result 2026. ഇത് വെറും ഒരു റിസൾട്ട് ആണോ? എവിടെ നിന്നാണ് ടോപ്പേഴ്സ്? ഫ്രം വേർ ഡിഡ് ദേ ഗെറ്റ് ദ ഹെൽപ്പ് ഫ്രം? സോ ലെറ്റ് മീ ടെൽ യു ദിസ് ബ്രീഫ് ടൈറ്റിൽ. സേ യെസ് അക്കാദമി. മാർക്സ് അല്ല ഇത്, മൈൻഡ് സെറ്റ് ആണ് സേസ് അക്കാദമിയുടെ പവർ. Yesterday they wished for it, today they earned it. So the should come join Says Academy for the best training of students. വാർത്താ നേരം തുടരുന്നു. കനോലി കനാലിൽ ബണ്ട് പൊട്ടിച്ചതിനെ തുടർന്ന് മലിനജലം കലർന്നു. വൻതോതിൽ കൂടുകൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തി. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതോടെ മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. മതിലകം, പടിയൂർ, ശ്രീനാരായണപുരം, വെള്ളാങ്കല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന കനോലി കനാലിലാണ് മലിനജലം കലർന്നത്. ഇതോടെ പുഴയിൽ കൂടുകെട്ടി മത്സ്യകൃഷി ചെയ്തിരുന്ന കർഷകരുടെ 14ഓളം കൂടുകൃഷിയിൽ മത്സ്യങ്ങളാണ് ചത്തൊടുങ്ങിയത്. ഇന്നലെ മുതലാണ് മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയത്. പടിയൂർ പഞ്ചായത്തിലെ ബണ്ടുകൾ തുറന്നതോടെ ഷൺമുഖം കനാലിലൂടെ ഒഴുകിയെത്തിയ മലിനജലം പുഴയിലേക്ക് കലർന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്ന് കർഷകർ പറയുന്നു. ഇത്തവണ നമ്മൾക്ക് നഷ്ടം വന്നതിൻ്റെ കാരണം വെച്ചാൽ പടിയൂർ പഞ്ചായത്ത് കെട്ടറ പുഴ തുറന്നിട്ട് വെള്ളം തുറന്നിട്ടിട്ട് വെള്ളം അകത്തേക്കാണ് കയറിയത്, പുറത്തേക്കല്ല കയറിയത്. എന്താണെന്ന് അറിയില്ല, വിഷവെള്ളം വന്ന് മീനിനെ നശിച്ചുപോയി. ഞങ്ങൾക്ക് നല്ലൊരു പൈസ നഷ്ടമുണ്ട്. അത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് തുക പറയാൻ പറ്റൂല. അതിന് മാത്രം നഷ്ടങ്ങളുണ്ട്. കഴിഞ്ഞ 19 കൊല്ലം ഇതുവരെ തുറന്നിട്ടിട്ട് 35-40 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് നഷ്ടമുണ്ടായിരുന്നു. അത് ഫിഷറീസിൽ നിന്ന് ആൾക്കാർ അന്വേഷിക്കാൻ വന്ന് ഈ ജീപ്പിന് 5-6 ജീപ്പ് ആൾക്കാർ വന്ന് ഇവിടുന്ന് നേരിട്ട് DD ഡൽഹിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ചെന്ന് പറഞ്ഞതൊക്കെയാണ് പറയണത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും കിട്ടില്ല. പക്ഷെ മെയിനായിട്ട് ഞങ്ങളെ മീൻ ഇൻഷുർ ചെയ്യാനായിട്ട് പറ്റണില്ല. ഇൻഷുർ ആരും എടുക്കണില്ല മീന് ചെയ്യാനായിട്ട്. 14 കൂടുകളിലായി വളർത്തിയിരുന്ന കരിമീൻ, കാളാഞ്ചി തുടങ്ങിയ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. 150 ഗ്രാം മുതൽ 1 കിലോയോളം വരുന്ന തൂക്കമുള്ള മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. പെരുന്നാളിനോടനുബന്ധിച്ച് വിളവെടുക്കാനിരുന്നതാണെന്ന് കർഷകർ പറഞ്ഞു. പുഴയിലെ വെള്ളം മാലിന്യം കലർന്ന് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ്. കൂടാതെ അറവ് മാലിന്യങ്ങളും മറ്റും പുഴയിൽ നിക്ഷേപിക്കുന്ന അവസ്ഥയുണ്ടെന്നും മലിനജലം മൂലം കേരം കൃഷി ഉൾപ്പെടെയുള്ളവ നാശം സംഭവിക്കുന്നതായി തൊഴിലാളികൾ പറഞ്ഞു. നമുക്ക് ഇത്രയും മീനുകൾ നഷ്ടപ്പെട്ട് അതിനുമായിട്ട് ഇപ്പോൾ ഒരു കെട്ടുകൾ തുറന്നതിൻ്റെ പേരിലുണ്ടായിരുന്ന സംഭവങ്ങൾ. അതുമാത്രമല്ല, ഈ കെട്ട് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാൻ ആ ഒരു ചാല് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കുഴിയില്ലെന്ന് വെച്ചാൽ ഇത് വിട്ട് കഴിഞ്ഞാൽ മുട്ടുകാലിന് അത്രയും വെള്ളമുള്ളൂ. നമുക്ക് അതിനുള്ള ഒരു സംവിധാനം കൂടി ഫിഷറീസ്
ഫിഷറീസ് വകുപ്പ് ചെയ്തു തരേണ്ടതെന്ന്. കാരണം ഒട്ടും വെള്ളമില്ല. ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വെള്ളങ്ങളുണ്ട്, പക്ഷേ അവിടെ വെള്ളമില്ല. അതായത് ഈ വേസ്റ്റ് സാധനങ്ങൾ, ഇറച്ചി വട്ടാരി, പിന്നെ പുഴയിൽ നിന്ന് പാലത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇതെല്ലാം വന്നടിഞ്ഞ് ഈ ഭാഗം മാത്രം ഒട്ടും കുഴിയില്ല. സംഭവം പറഞ്ഞ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. പുഴയിൽ നിന്നുള്ള ജലം ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും കുഫോസ് രജിസ്ട്രാർ ഡോക്ടർ ദിനേശ് കൈപ്പിള്ളി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി സീമ എന്നിവർ പറഞ്ഞു. നമ്മൾ വെള്ളം നിരീക്ഷിച്ചു. പ്രാഥമികമായിട്ടും വെള്ളം നിരീക്ഷിച്ചതിൽ നിന്ന് നല്ല കറുത്ത നിറമാണുള്ളത്. മാത്രമല്ല ഇവിടെ അടിയൊഴുക്കും അല്ലെങ്കിൽ ഒഴുക്കുമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. മണ്ണും എക്കലും അടിഞ്ഞുകൂടി ഇതിൻ്റെ ആഴത്തിന് വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രത്തിൽ നിന്ന് വേലിയേറ്റം വഴി കയറി വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയുന്നു. അതുപോലെ തന്നെ തിരിച്ച് ഒഴുക്കും കുറയുന്നു. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ദോഷം സംഭവിക്കുന്നുണ്ട്. ഇപ്പം കറുത്ത നിറം തന്നെ നമ്മൾ പ്രാഥമികമായി സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സാന്നിധ്യമാണ്. ഇത് ഞാൻ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സാന്നിധ്യം നമ്മൾ അത് സ്ഥിരീകരിച്ചു. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ലബോറട്ടറി പരിശോധനകളിൽ കൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ജീവനോടെ തന്നെ നമുക്ക് കൂടുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുമായിട്ടാണ് നമ്മൾ സർവകലാശാലയിലേക്ക് പോകുന്നത്. എന്നാൽ പോലും ഇപ്പോൾ കൃത്യമായിട്ട് നാട്ടുകാരിൽ നിന്നും ഞങ്ങളിവിടെ ഫീൽഡ് സന്ദർശനത്തിൽ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും നമുക്കിത് ഒരു കെട്ട് പൊട്ടിച്ച് വരുന്ന വെള്ളം, ആ വെള്ളത്തിൻ്റെ ഒരു പ്രഭാവം മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പ് അല്ല, അതിനേക്കാളും കൂടുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ്. ഇതിനൊരു മുൻകൈ എടുക്കേണ്ടത് ഫിഷറീസ് വകുപ്പ് എന്നുള്ള നിലയിൽ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമായി തന്നെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഈ കർഷകരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അതത് പഞ്ചായത്തുകളുമായിട്ട് ചേർന്ന് അവരുമായിട്ട് കൂടി ആലോചിച്ച് ഇനി വരും വർഷങ്ങളിലെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് ഫിഷറീസ് വകുപ്പിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പടിയൂർ ഗ്രാമപഞ്ചായത്തുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ഇവർ പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ സ്ഥലം സന്ദർശിക്കുകയും കർഷകർക്ക് സർക്കാർ മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. വെളിയിട വിസർജന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച ഗുരുവായൂർ നഗരസഭയിൽ നിയമലംഘനം പതിവാകും. ഗുരുവായൂർ നഗരസഭ ഓഫീസിന് തൊട്ടുമുന്നിലുള്ള ക്ഷേത്ര പ്രവേശന സ്മാരക പാർക്കിംഗ് ഗ്രൗണ്ടും മഞ്ജുള ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരവുമാണ് ഇപ്പോൾ ദുർഗന്ധത്താൽ ശ്വാസം മുട്ടുന്നത്. RTO ഓഫീസും സഹകരണ ബാങ്കും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ജനനിമിഡമായ മേഖലയാണിത്. നിരവധി ഹോട്ടലുകളും കൂൾ ബാറുകളും പ്രവർത്തിക്കുന്ന ഈ പരിസരത്താണ് മനുഷ്യ വിസർജ്യം കുന്നുകൂടുന്നത്. വ്യാപാരികളും പൊതുജനങ്ങളും പലതവണ പരാതിപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. പരാതികളുടെ എണ്ണം കൂടുമ്പോൾ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥർ വന്ന് ബ്ലീച്ചിങ് പൗഡർ വിതറിപ്പോകും. ഹോട്ടലിൽ എത്തുന്ന ഉപഭോക്താക്കൾ തിരികെ പോകുന്ന അവസ്ഥയാണുള്ളത്. കോടികൾ മുടക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന നഗരസഭ തങ്ങളുടെ മൂക്കിന് താഴെയുള്ള ഈ ആരോഗ്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. സിനിമയെ വെല്ലുന്ന മോഷണത്തിന് ശേഷം തൊണ്ടി തിരികെ നൽകി മാപ്പപേക്ഷ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ കള്ളൻ പോലീസ് വലയിലായി. ഗുരുവായൂർ അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 10 പവനോളം സ്വർണം കവർന്ന കുന്നംകുളം കല്ലായിക്കുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. മുമ്പ് ദേവസ്വത്തിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഇയാൾ കഞ്ചാവ് കവർച്ചാ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. മോഷണം കഴിഞ്ഞയുടൻ പെരുമ്പടപ്പിലെ ഒരു ജുവലറിയിൽ 2 പവനോളം വിറ്റ് 1,80,000 രൂപ ഒപ്പിച്ചു. തുടർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം നേരെ കൊടൈക്കനാലിലേക്ക് ആഡംബര യാത്ര പോയി. മുഖം മറയ്ക്കാതെ മോഷണം നടത്തിയതിനാൽ CCTV ദൃശ്യങ്ങൾ വഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതറിഞ്ഞ ഭാര്യ കൊടൈക്കനാലിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞതോടെ കള്ളൻ ഞെട്ടി. ബാക്കി 8 പവൻ സ്വർണം ആളൊഴിഞ്ഞ പറമ്പിലെ പൊത്തിലൊളിപ്പിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ബാക്കി സ്വർണവും ഒരു മാപ്പപേക്ഷയും എഴുതി ഒരു സഞ്ചിക്കുള്ളിലാക്കി ഡോക്ടറുടെ വീടിന് മുന്നിൽ കൊണ്ടിട്ടു. പിന്നീട് ചൊവ്വാഴ്ച ചാവക്കാട് വെച്ച് ഗുരുവായൂർ SI U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടി. തൃശൂർ നഗരത്തിലെ പട്ടാളം മാരിയമ്മൻ ക്ഷേത്രത്തിലും ചെട്ടിയങ്ങാടിയിലെ കുളശ്ശേരി ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി.
ആസാം സ്വദേശി മഹേഷിനെയാണ് സിറ്റി പോലീസ് സ്വാഗ സ്ക്വാഡും അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് പിടികൂടിയത്. മണ്ണുത്തി പട്ടാളക്കുന്ന് ഗുരുദേവ നഗറിലെ വീട്ടിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 1 കിലോ 380 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന മണ്ണുത്തി പട്ടാളക്കുന്ന് ഗുരുദേവ നഗർ സ്വദേശികളായ ചേർപ്പിൽ വീട്ടിൽ രാഹുൽ, പയ്യമ്പാട്ട് വീട്ടിൽ സുനിൽ എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. രാഹുലിന്റെ വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മതിലകം കഴുവിലങ്കിൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്ന നിലയിലാണ്. കൊടുങ്ങല്ലൂരിൽ തട്ടുകട കത്തി നശിച്ചു. വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സദസ്സും സ്നേഹോപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.